Welcome all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വേരിയൻസ് അനാലിസിസിലെ ഓവർഹെഡ് വേരിയൻസിന്റെ രണ്ടാമത്തെ പാർട്ടായ ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസിലേക്ക് കിടക്കാം. പ്രധാനമായിട്ടും 6 തരത്തിലാണ് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ഉള്ളത്. ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്തതും അതിന്റെ ഇക്വേഷൻ ഡിസ്കസ് ചെയ്തിട്ട് അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലത്തിലൂടെ എല്ലാ വേരിയൻസുകളും കണ്ടുപിടിക്കുക. സോ ആദ്യത്തെ വരുന്നത് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ആണ്. ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. അതായത് ആക്ച്വലി നമുക്ക് വന്നിട്ടുള്ള ഫിക്സഡ് ഓവർഹെഡും ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ള ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റേറ്റ് പെർ അവറും റേറ്റ് പെർ യൂണിറ്റും യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഉണ്ടാവും. സോ റേറ്റ് പെർ അവർ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് ആണ്. ഇക്വേഷൻ മാത്രം ഒന്ന് നോക്കി വെക്കുക, പ്രോബ്ലത്തിൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് പറയാം. അതിൽ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ അവർ എന്ന് പറയുന്നത് ആ ടോട്ടൽ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് വേരിയബിൾ ഓവർഹെഡ് അല്ല, അവിടെ ഫിക്സഡ് ഓവർഹെഡ് ആണ്. ഫിക്സഡ് ഓവർഹെഡ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് അവേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ബജറ്റഡ് അവേഴ്സ് ഡിവൈഡഡ് ബൈ ബജറ്റഡ് ഔട്ട്പുട്ട് ഇൻറ്റു ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. അതുപോലെ തന്നെ ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് മൈനസ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് ആണ്. രണ്ടാമത് വരുന്നത് ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആണ്. അതായത് നമ്മൾ ബജറ്റ് ചെയ്ത് വെച്ച ഫിക്സഡ് ഓവർഹെഡും അതുപോലെ തന്നെ ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ശരിക്കും വരുന്നത് തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. നെക്സ്റ്റ് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് ആണ്. അതിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് ആൻഡ് ബജറ്റഡ് ഓർ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ആയിട്ട് മാറ്റർ ചെയ്താണ് ഈ ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത്. അതിൽ പ്രൊഡക്ഷനിൽ വരുന്ന ചേഞ്ച്, സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനും ആക്ച്വൽ പ്രൊഡക്ഷന്റെയും വോളിയത്തിൽ വരുന്ന ചേഞ്ചും കൊണ്ട് ഫിക്സഡ് ഓവർഹെഡിൽ വരുന്ന വേരിയേഷനെയാണ് നമ്മൾ ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത്. റേറ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് ബജറ്റഡ് പ്രൊഡക്ഷൻ ആണ്. റേറ്റ് പെർ അവർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് ബജറ്റഡ് അവേഴ്സ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് കപ്പാസിറ്റി വേരിയൻസ് ആണ്. അതായത് ഒരു ഫേം അതിന്റെ ടോട്ടൽ കപ്പാസിറ്റിയിലാണോ വർക്ക് ചെയ്യുന്നത് അതോ ലോവർ ലെവൽ കപ്പാസിറ്റിയിലാണോ, അതിന്റെ കപ്പാസിറ്റി എത്രയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിന്റെ മെഷീനറികൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ എത്ര പെർസെന്റേജ് കപ്പാസിറ്റിയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് ഫേം ഒരിക്കലും എപ്പോഴും എന്ത് ചെയ്യില്ല 100% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ചിലപ്പോൾ 80% ആയിരിക്കും, ചിലപ്പോൾ 60% ആയിരിക്കും, 40% ആയിരിക്കും, 30% ആയിരിക്കും ഫേം വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ ഈ കപ്പാസിറ്റി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എത്ര കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് പ്രൊഡക്ഷനിന്റെ വോളിയത്തിൽ വരുന്ന ഡിഫറൻസും കൊണ്ട് വരുന്ന വേരിയൻസ് ആണ് ഇതെന്ന് പറയുന്നത് കപ്പാസിറ്റി വേരിയൻസ് എന്ന് പറയുന്നത്. അവിടെ ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ കപ്പാസിറ്റി വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു റിവൈസ്ഡ് ബജറ്റഡ് യൂണിറ്റ് മൈനസ് ബജറ്റഡ് യൂണിറ്റ് ആണ്. റിവൈസ്ഡ് ബജറ്റഡ് യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് ബജറ്റഡ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ബജറ്റഡ് അവേഴ്സ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ അവർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ അവർ ഇൻറ്റു ആക്ച്വൽ അവേഴ്സ് മൈനസ് ബജറ്റഡ് അവേഴ്സ് ആണ്. അഞ്ചാമത്തെ വരുന്നത് എഫിഷ്യൻസി വേരിയൻസ് ആണ്. നമ്മൾ നേരത്തെ വേരിയബിൾ അതിൽ പറഞ്ഞ പോലത്തുള്ള എഫിഷ്യൻസി വേരിയൻസ് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് കണ്ടിട്ടുള്ള എഫിഷ്യൻസി വേരിയൻസ് പോലെ തന്നെയാണ്. അതായത് 1 രൂപ ഫിക്സഡ് ഓവർഹെഡ് ഇൻക്വയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എത്ര പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ആ ഒരു വേരിയബിൾ ഫിക്സഡ് ഓവർഹെഡ് ഇൻക്വയർ ചെയ്യുന്നത് കൊണ്ട് അത് എത്ര എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ആ എഫിഷ്യൻസിയിൽ വരുന്ന വേരിയൻസിനെയാണ് നമ്മൾ എന്താ പറയുക എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുക. കണ്ടുപിടിക്കുന്നതിന് റേറ്റ് പെർ അവർ ആണ് യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ
സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് ആക്ച്വൽ അവേഴ്സ് ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു ബജറ്റഡ് അവേഴ്സ് ഡിവൈഡഡ് ബൈ ബജറ്റഡ് ഔട്ട്പുട്ട് ആണ്. അതുപോലെ തന്നെ വെൻ ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ എഫിഷ്യൻസി വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് റിവൈസ്ഡ് ബജറ്റഡ് യൂണിറ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ലാസ്റ്റ് വേരിയൻസ് ആണ് കാലണ്ടർ വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് വർക്കിംഗ് ഡേയ്സിൽ വരുന്ന ഡിഫറൻസും കൊണ്ട് വരുന്ന വേരിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാലണ്ടർ വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് 2 ആഴ്ച കിട്ടേണ്ടടുത്ത് നമുക്ക് എന്ത് ലീവ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സമരം അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് എന്ത് ചെയ്തു വർക്കിംഗ് ഡേയ്സ് യൂട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിന്റെ നമ്പേഴ്സിൽ വരുന്ന ഡിഫറൻസും കൊണ്ട് വരുന്ന വേരിയേഷനെയാണ് കാലണ്ടർ വേരിയൻസ് എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഡ്യൂ ടു മോർ ഓർ ലെസ് വർക്കിംഗ് ഡേയ്സ്. വർക്കിംഗ് ഡേയ്സ് കൂടിയത് കൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തത് അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് കുറഞ്ഞത് കൊണ്ട് നമ്മുടെ പ്രൊഡക്ഷനിൽ ഉണ്ടായ കുറവ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ആണ്. സോ 5 തരത്തിലുള്ള ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ആണ്. ഒന്ന് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ്, 2 ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്, 3ാമത്തത് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ്, 4ാമത്തത് കപ്പാസിറ്റി വേരിയൻസ്, 5ാമത്തത് എഫിഷ്യൻസി വേരിയൻസ്, 6ാമത്തത് കാലണ്ടർ വേരിയൻസ്. സോ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഈ വേരിയൻസുകളൊക്കെ ഡിസ്കസ് ചെയ്തു പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസുകൾ കാണുക. ബജറ്റഡ് അവേഴ്സ് തന്നിട്ടുണ്ട് 20,000 ആണ്. അതുപോലെ തന്നെ ബജറ്റഡ് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 10,000 യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഫിക്സഡ് ഓവർഹെഡ് തന്നിട്ടുണ്ട്, ബജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് തന്നിട്ടുണ്ട് 6,000 രൂപയാണ്. ആക്ച്വലി ഈ ആക്ച്വൽ അവേഴ്സ് തന്നിട്ടുണ്ട് 24,000 അവർ ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്തു. അതിൽ നിന്ന് ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 9,600 യൂണിറ്റ് ആണ്. ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് നമുക്ക് 7,200 യൂണിറ്റ് വന്നു. ഇത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബജറ്റഡ് അവേഴ്സ് 20,000, ബജറ്റഡ് ഔട്ട്പുട്ട് 10,000, ബജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് 6,000 ആണ്. എല്ലാം ഈ ആക്ച്വൽ എല്ലാം അതിൽ നിന്ന് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ വേരിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ അവിടെ എന്തായാലും അൺഫേവറബിൾ ആയിരിക്കും, നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. സോ അതിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ആണ്. ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് റേറ്റ് പെർ അവറും റേറ്റ് പെർ യൂണിറ്റും കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ അവറും റേറ്റ് പെർ യൂണിറ്റും കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് അല്ലെങ്കിൽ ബജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബജറ്റഡ് അവേഴ്സ് ആണ്. അതായത് 6,000 ഡിവൈഡഡ് ബൈ 20,000 3.0 വരും. ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ ഈ ബജറ്റഡ് ഫിക്സഡ് ഓവർഹെഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ബജറ്റഡ് ഔട്ട്പുട്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6,000 ഡിവൈഡ് ബൈ 10,000 0.60 ആയിരിക്കും, അല്ലെങ്കിൽ 30 പൈസ അല്ലെങ്കിൽ 60 പൈസ എന്നുള്ള രീതിയിലാണ്. സോ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാം. സോ ആദ്യത്തെ ഇക്വേഷൻ റേറ്റ് പെർ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് മൈനസ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് ആണ്. ഇവിടെ ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 9,600 യൂണിറ്റ് ഇൻറ്റു നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, റേറ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് 60 പൈസ മൈനസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് എത്ര തന്നിട്ടുണ്ട്, 7,200 തന്നിട്ടുണ്ട്. സോ 9,600 ഇൻറ്റു 0.60 മൈനസ് 7,200 1,440 അൺഫേവറബിൾ വരും, അല്ലെങ്കിൽ 1,440 രൂപ നെഗറ്റീവ് ഫിഗർ ആണ് നമുക്ക് വരിക. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, റേറ്റ് പെർ അവർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യും. റേറ്റ് പെർ അവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇവിടെ തന്നിട്ടില്ല. ഇത് സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ബജറ്റഡ് അവേഴ്സ് ഫോർ ബജറ്റഡ് യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് തന്നിട്ടില്ല, സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ പറഞ്ഞിരുന്നു, പറയുന്നത് പോലെ ബജറ്റഡ് അവേഴ്സ് ഡിവൈഡഡ് ബൈ ബജറ്റഡ് യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ യൂണിറ്റ് ആണ്. സോ ബജറ്റഡ് അവേഴ്സ് 20,000 വന്നു, ബജറ്റ് അവേഴ്സ് 20,000 ഡിവൈഡ് ബൈ ബജറ്റഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ബജറ്റഡ് യൂണിറ്റ് 10,000 ഇൻറ്റു ആക്ച്വൽ ഔട്ട്പുട്ട് ആണ് 9,600. നമുക്ക് 19,200 എന്ത് കിട്ടും, ഈ പറയുന്നത് പോലെ ആക്ച്വൽ ഔട്ട്പുട്ട് കിട്ടും. അതായത് 10,000
ഈ പറയുന്നത് പോലെ ഈ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി 20,000 നമുക്ക് എന്ത് വേണം, ബജറ്റഡ് അവേഴ്സ് വേണമെങ്കിൽ 9,600 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 19,200 അവേഴ്സ് വേണമെന്നാണ് ഇതിന്റെ അർത്ഥം. സോ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മൾ കണ്ടുപിടിച്ച 19,200 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.30 മൈനസ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7,200 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,440. രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചാലും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ്. എക്സ്പെൻഡിച്ചർ വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മളോട് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ബജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് മൈനസ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ബജറ്റഡ് അവേഴ്സ് ഫിക്സഡ് ഓവർഹെഡ് നമുക്ക് തന്നിട്ടുണ്ട് 6,000. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് തന്നിട്ടുണ്ട് 7,200. സോ 1,200 അൺഫേവറബിൾ ആയിരിക്കും, നെഗറ്റീവ് ഫിഗർ ആയിരിക്കും. രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ 6,000 തന്നിട്ടുണ്ട്, 7,200 നമുക്ക് തന്നിട്ടുണ്ട്. വേറെ കാൽക്കുലേഷന്റെ ഒന്നും കാര്യമില്ല. സോ നെക്സ്റ്റിലേക്ക് പോവാം. ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് ആണ്. ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി റേറ്റ് പെർ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് ബജറ്റഡ് പ്രൊഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 0.30 ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ 9,600 മൈനസ് ബജറ്റഡ് പ്രൊഡക്ഷൻ 10,000. രണ്ടും ഇക്വേഷനിൽ തന്നിട്ടുണ്ട്. സോ 240 അൺഫേവറബിൾ ആണ് നമുക്ക് കിട്ടുക. ഇനി ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ അവർ ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ അവർ 0.60 നമുക്ക് തന്നിട്ടുണ്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 19,200 ആണ്. അത് ഇതാ. സോ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ 19,200 മൈനസ് ബജറ്റഡ് അവേഴ്സ്. ബജറ്റഡ് അവേഴ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000. അങ്ങനെ ചെയ്യുമ്പോഴും 0.60 ഇൻറ്റു 19,200 മൈനസ് 20,000 നമുക്ക് 240 അൺഫേവറബിൾ ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഫിഗർ തന്നെയാണ് കിട്ടുക. നെക്സ്റ്റ് കപ്പാസിറ്റി വേരിയൻസ് ആണ്. കപ്പാസിറ്റി വേരിയൻസ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ മെഷീനറി അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കപ്പാസിറ്റിയിൽ വരുന്ന ഡിഫറൻസും കൊണ്ട് വരുന്ന വേരിയൻസ് ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു റിവൈസ്ഡ് ബജറ്റ് യൂണിറ്റ് മൈനസ് ബജറ്റഡ് യൂണിറ്റ്. ഇത് റേറ്റ് പെർ യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മളിവിടെ റിവൈസ്ഡ് ബജറ്റഡ് യൂണിറ്റ് കണ്ടുപിടിക്കണം. റിവൈസ്ഡ് ബജറ്റഡ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 10,000 എന്ന് പറയുന്നത് ബജറ്റഡ് ഔട്ട്പുട്ട് ആണ്, ഡിവൈഡഡ് ബൈ 20,000 ബജറ്റഡ് അവേഴ്സ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ്. ബജറ്റഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ബജറ്റഡ് അവേഴ്സ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ്. സോ നമുക്ക് എത്ര കിട്ടും? 12,000 ഇത് കിട്ടും നമുക്ക്. റിവൈസ്ഡ് ബജറ്റഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 12,000 യൂണിറ്റ്സ് കിട്ടും. സോ കപ്പാസിറ്റി വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 0.60 ഇൻറ്റു റിവൈസ്ഡ് ബജറ്റഡ് യൂണിറ്റ് 12,000 മൈനസ് നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്നത് പോലെ 10,000. ബജറ്റഡ് യൂണിറ്റ് 10,000 ആണ്. 12,000 മൈനസ് 10,000 2,000 ഇൻറ്റു 0.60 1,200 അൺഫേവറബിൾ ആണ് നമുക്ക് കിട്ടുക. ഇനി റേറ്റ് പെർ അവർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ചാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. സ്റ്റാൻഡേർഡ് ഫിക്സഡ് റേറ്റ് പെർ അവർ നമ്മൾ 0.30 കണ്ടുപിടിച്ചിട്ടുണ്ട്. ആക്ച്വൽ അവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, ബജറ്റഡ് അവേഴ്സ് തന്നിട്ടുണ്ട്. സോ 24,000 മൈനസ് 20,000 ഇൻറ്റു 0.30 4,000 ഇൻറ്റു 0.30 1,200 അൺഫേവറബിൾ തന്നെയാണ് വരിക. ഇത് നമ്മൾ ഓരോന്നിലും ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്, എളുപ്പമുള്ള ഇക്വേഷൻ ഏതാണോ അത് ഉപയോഗിക്കുക. ഇതിൽ കുറച്ചും കൂടെ കാൽക്കുലേഷൻ കൂടുതലുണ്ട്, ഇവിടെ കാൽക്കുലേഷൻ കുറവാണ്. കാരണം നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. സോ നമുക്ക് എവിടെയാണോ ഏത് തരത്തിലാണോ ഇക്വേഷൻ ഉപയോഗിക്കാൻ എളുപ്പം അത് ഉപയോഗിച്ചിട്ടാണ് റേറ്റ് പെർ യൂണിറ്റ് യൂസ് ചെയ്യണോ റേറ്റ് പെർ അവർ യൂസ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. നെക്സ്റ്റ് എഫിഷ്യൻസി വേരിയൻസ് ആണ്. ഇവിടെ എഫിഷ്യൻസി വേരിയൻസ് കണ്ടുപിടിക്കാൻ ആദ്യം റേറ്റ് പെർ അവർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് ആക്ച്വൽ അവേഴ്സ്. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ നമുക്ക് തന്നിട്ടുണ്ട് 0.30. സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 19,200. ആക്ച്വൽ അവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 24,000. സോ 1,440 അൺഫേവറബിൾ ആണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ വെൻ ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് റിവൈസ്ഡ് ബജറ്റഡ് യൂണിറ്റ് ആണ്. ഇവിടെ റിവൈസ്ഡ് ബജറ്റഡ് യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ എഫിഷ്യൻസി വേരിയൻസ് സ്റ്റാൻഡേർഡ് റേറ്റ് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ 0.60. അതുപോലെ തന്നെ ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ 9,600 വരും, മൈനസ് റിവൈസ്ഡ് ബജറ്റഡ് യൂണിറ്റ് 12,000 വരും. സോ
1440 അൺഫേവറബിൾ ആണ് നമുക്ക് വരിക. എഫിഷ്യൻസി വേരിയൻസ് നമുക്ക് 1440 ആണ് തന്നെ 40 തന്നെയാണ് വരുന്നത്. ഇനി ഒരു എന്താണ് വേരിഫിക്കേഷൻ ആണ്, അതായത് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റി വേരിയൻസിന്റെയും എഫിഷ്യൻസി വേരിയൻസിന്റെയും ടോട്ടൽ ആണ്. ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ്, ഇത് കപ്പാസിറ്റി യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ എത്ര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അതും ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രൊഡക്ഷന്റെ വോളിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സോ ഇതിന്റെ രണ്ടിനെയും ടോട്ടൽ ആയിരിക്കും ഏത് എന്ന് പറയുന്നത്, ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫിക്സഡ് ഓവർ കപ്പാസിറ്റി വേരിയൻസ് 1200 നമുക്ക് കിട്ടിയിട്ടുണ്ട്, പ്ലസ് 1440 ഫിക്സഡ് ഓവറുടെ എഫിഷ്യൻസി വേരിയൻസ് എന്താണ്, നമുക്ക് നെഗറ്റീവ് ഫിഗർ ആണ്. സോ മൈനസ് 1440, സോ 240 എത്രയാണ് വരിക, അൺഫേവറബിൾ ആണ് വരിക. സോ അത് നെഗറ്റീവ് ഫിഗർ ആണ്. നമുക്ക് ഇവിടുത്തെ എന്താണ് വോളിയം വേരിയൻസ് നോക്കാം എത്ര കിട്ടിയിട്ടുള്ളതെന്ന്. വോളിയം വേരിയൻസ് 240 അൺഫേവറബിൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ അതിന്റെ വേരിഫിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം, അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ താങ്ക് യു. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ സെയിൽസ് വേരിയൻസ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.